സോഷ്യൽ മീഡിയകളിലൊക്കെ അഴിഞ്ഞാടുകയാണ്. എന്തേ? നബിദിനം കഴിക്കൽ പാടില്ല, ശിർക്കാണ്, ബിദ്അത്താണ്, ദീനിൽ ഇല്ലാത്ത ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? സഹാബത്ത് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ഉണ്ടോ എന്ന ചോദ്യങ്ങൾ ആവർത്തിച്ച് ഗീബൽസിന്റെ ഒരു തിയറിയെ പോലെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ അങ്ങനെ ഒന്നും ഇല്ല എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന രൂപത്തിൽ ഒരേ കളവ് തന്നെ 1000 തവണ ആവർത്തിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിൽ വലിയ ഒരു മാറ്റം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറയപ്പെട്ട കറക്കു കമ്പനി. അതേ സമയത്ത് ഖുർആനിലുണ്ടോ? എത്രയുണ്ട്. ഹദീസിലുണ്ടോ? എത്രയുണ്ട്. മഹാന്മാര് നടത്തിയോ? ഏത് സ്വഹാബിയാണ് അല്ലാഹുവിന്റെ റസൂലിനെ മദ്ഹ് ചെയ്യാത്തത്? റബീഉൽ അവ്വൽ 12ന്റെ അന്ന് പോലും മഹാന്മാരാകുന്ന സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തിൽ സന്തോഷിച്ച് അവിടുത്തെ പ്രകീർത്തനം നടത്തി, അവിടുത്തെ മദ്ഹ് നടത്തി, അവിടുന്ന് ജനിച്ച സമയത്ത് മക്കയിലും ലോകത്തും ഉണ്ടായ അത്ഭുതങ്ങളെ പറ്റി അവിടെയുള്ള ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത് മഹാന്മാരാകുന്ന സഹാബത്തിന്റെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ലേ? ഇതല്ലേ ഇന്നും ഇസ്ലാമിക ലോകം അനുവർത്തിച്ചു പോരുന്നത്? ഇതല്ലേ ഇന്നും ഇസ്ലാമിക ലോകം അനുവർത്തിച്ചു പോരുന്നത്? മഹാനരായ അമീർ റളിയല്ലാഹു അൻഹു, മഹാനരായ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര സഹാബിമാരാണ് റബീഉൽ അവ്വൽ 12ന്റെ അന്നു തന്നെ നബി സല്ലല്ലാഹു അലൈഹി ആളുകളെ കൂട്ടി, ചെറിയ മക്കളെ കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ചത്. ഇനി നിങ്ങൾ ആലോചിക്കും, നാം നിരന്തരം കേൾക്കുന്ന ഒരു ആയത്താണ് ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബിയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. യുസല്ലൂന അലൻ നബിയ്യ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. ഇവിടെ നമുക്കൊക്കെ അറിയാം, അല്ലാഹു തആല നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞതിന്റെ പൊരുൾ നാം ഹബീബായ മുത്തു നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് പോലെ അല്ലാഹ് ഇങ്ങനെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണോ? അല്ലല്ലോ. പിന്നെ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? മഹാനരായ ഇമാം ബുഖാരി തങ്ങൾ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ അല്ലാഹു യുസല്ലൂന, അല്ലാഹ് സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞതിന്റെ പൊരുൾ എന്താണ്? മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു പ്രകീർത്തിക്കുന്നു, നബി തങ്ങളെ അല്ലാഹു പ്രശംസിക്കുന്നു, നബി തങ്ങളെ അല്ലാഹു മദ്ഹ് ചെയ്യുന്നു. ഇനി ഇവിടെ ചിന്തിക്കേണ്ടത് എന്താണ്? ഈ പ്രകീർത്തനത്തിന് വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്തിട്ടുള്ളത് ആരെയാണ്? ഒരു തെറ്റും സംഭവിക്കാത്ത മഹാന്മാരാകുന്ന മാലാഖമാരെയാണ്. ഹബീബായ അല്ലാഹുവിന്റെ ഹബീബായ അല്ലാഹുവിന്റെ ഖലീലായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീർത്തനങ്ങൾ കേൾപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾ ആരാണ്? ഒരു തെറ്റും സംഭവിക്കാത്ത മലക്കുകളെയാണ്. ആ മലക്കുകളോടാണ് നിരന്തരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിന്റെ പ്രകീർത്തനങ്ങള് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ തന്നെ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. അതെന്താണ്? യാ അയ്യുഹല്ലദീന ആമനു എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിൽ 89 സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ യബ്ന ആദം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംബോധന ശൈലി നാം കാണാറുണ്ട്. ഓ ആദമിന്റെ പുത്രന്മാരെ, ഓ ആദമിന്റെ മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംബോധനം ചെയ്യുന്നുണ്ട്. അതേ പ്രകാരം തന്നെ യാ ബനി ഇസ്രായേൽ, ഓ ഇസ്രായേൽ സമൂഹമേ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു തആല മനുഷ്യരോട് സംബോധനം നടത്തുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ
എന്ന് വിളിച്ചുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സംബോധന നടത്തുന്നുണ്ട്. എന്നാൽ ഹബീബായ മുത്തുനബിയുടെ പ്രകീർത്തനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി, പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി ഒരു തെറ്റും ചെയ്യാത്ത മഹാന്മാരാകുന്ന മലക്കുകളെയാണ് അല്ലാഹു സെലക്ട് ചെയ്തത് എങ്കിൽ ഇനിയാണ് നാം ഇവിടെ ചിന്തിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയുന്നിടത്തെല്ലാം തന്നെ അല്ലാഹു തആല യാ അയ്യുഹന്നാസ് എന്ന ശൈലിയല്ല സ്വീകരിച്ചിട്ടുള്ളത്, മനുഷ്യരെ എന്ന ശൈലിയല്ല അല്ലാഹു സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് സെലക്റ്റഡായ, മനുഷ്യവർഗത്തിൽ നിന്ന് സെലക്റ്റഡായ അല്ലാഹുവിന്റെ പ്രത്യേകമായ ഹിദായത്ത് കൊണ്ട് അനുഗ്രഹീതരായ, ഈമാൻ എന്ന് പറയുന്ന വെളിച്ചം കൊണ്ട് ഭാഗ്യം സിദ്ധിച്ചു പോയ മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ, ആ മുഅ്മിനീങ്ങൾ അവർ സെലക്റ്റഡാണ്. അവരെ വിളിച്ചിട്ടാണ് യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ എന്ന ആ ഒരു പ്രത്യേകമായ വിഭാഗത്തെ വിളിച്ചുകൊണ്ടാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊക്കെ വിഷയങ്ങളുണ്ടോ അതൊക്കെയും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ആദമിന്റെ പുത്രന്മാരെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ, മനുഷ്യരെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ, വേദക്കാരെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. അങ്ങനെയൊക്കെയും പറഞ്ഞ ഖുർആൻ അള്ളാന്റെ റസൂലിന്റെ വിഷയമെത്തുമ്പോ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഔദാര്യം കൊണ്ട്, ഹിദായത്ത് എന്ന് പറയുന്ന, ഈമാൻ എന്ന് പറയുന്ന വെളിച്ചം കൊണ്ട് അനുഗ്രഹീതരായ ആളുകൾ, ആ ആളുകളെ വിളിച്ചുകൊണ്ടാണ് ഈ വിഷയം അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. 89 സ്ഥലത്ത് യാ അയ്യുഹല്ലദീന ആമനൂ കാണാം. അതിൽ ധാരാളം സ്ഥലങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഉദാഹരണം നോക്കാം. ഒന്ന് ഇത് തന്നെയാണ്, ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മുത്തുനബിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇനി നോക്കൂ നിങ്ങൾ, സൂറത്ത് മുഹമ്മദിൽ കാണാം യാ അയ്യുഹല്ലദീന ആമനൂ അതീഉല്ലാഹ വ അതീഉർ റസൂല. മുസ്തഫായ മുത്തുനബിയെ പറഞ്ഞപ്പോ യാ അയ്യുഹല്ലദീന ആമനൂ, എന്തേ അല്ലാഹുവിന്റെ റസൂലിന് വഴിപ്പെടുക എന്ന് പറയുന്നത് മനുഷ്യർക്ക് മുഴുവനും ബാധകമായ കാര്യമല്ലേ? പക്ഷേ അല്ലാഹു തആല ആ മുത്തുനബിയുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ അത് ഈമാൻ എന്ന് പറയുന്ന, ഹിദായത്ത് എന്ന് പറയുന്ന വെളിച്ചം കൊണ്ട് അനുഗ്രഹീതരായ ആളുകളോട് പറയാനുള്ളതാണ്. അവരോട് പറയുമ്പോഴേ അത് തീപിടിക്കുകയുള്ളൂ, അവരോട് പറയുമ്പോഴേ ആ വെളിച്ചം അത് വർദ്ധിക്കുകയുള്ളൂ, അതുകൊണ്ടേ അതിന് എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ, അതുകൊണ്ടേ കാര്യമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശൈലി പ്രയോഗിക്കാനുള്ള കാരണം. അല്ലാത്തവരെന്താകും? അല്ലാത്തവർക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ വലിപ്പം മനസ്സിലാക്കാത്തവരാണവർ. 1400 കൊല്ലം മുമ്പ് മദീനയിൽ കടന്നു വന്ന ഒരു നവോത്ഥാന നായകൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനേ അവർക്ക് കഴിയൂ. അതേ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് അവിടെ മാത്രം പറഞ്ഞു നിർത്താനുള്ളവർ അല്ലല്ലോ. നൂറുൻ ലഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു നൂറ് ഉദയം കൊണ്ടിട്ടുണ്ട്, ഒരു നൂറിതാ നിങ്ങളിലേക്ക് ആഗതമായിട്ടുണ്ട്. ആ നൂറ് ആരാണ്? അത് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇനി നോക്കൂ നിങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വ റസൂലിഹി. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെയും റസൂലിന്റെയും മുമ്പിൽ അനുസരണക്കേടായിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടരുത് കേട്ടോ. അല്ലാഹ് പറയാണ് വത്തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടരുത്. നിങ്ങൾ ശ്രദ്ധിക്കണം, അദബുണ്ടാവണം, സൂക്ഷ്മത പാലിക്കണം, വിനയമുണ്ടാവണം, അല്ലാഹുവിനെ ഭയപ്പെടണം. ഇന്നല്ലാഹ സമീഉൻ അലീം. നിങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ കാണിക്കുന്നതും നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നതുമൊക്കെ കാണുന്നവനും അറിയുന്നവനുമാണ് അല്ലാഹു. ഇനി നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബിയ്യ. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുൻപിൽ നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കരുത് കേട്ടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ
നിങ്ങൾ ഉച്ചത്തിൽ സംസാരിച്ചു പോകരുത്. അതെന്തേ? നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകാൻ കാരണമാകുന്നതാണ്. നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ ഒച്ച വെക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപിൽ വന്നിട്ട് നിങ്ങൾ സംസാരിച്ചു പോകരുതേ. അത് നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകാൻ കാരണമാകും. പറഞ്ഞു വരുന്നത് എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാണ് യുസല്ലൂന അലൻ നബിയ്യ് എന്ന് പറഞ്ഞത്. ആ പ്രകീർത്തനം കേൾക്കുന്നതിന് വേണ്ടി ഒരു തെറ്റും ചെയ്യാത്ത മലക്കുകളെയാണ് അല്ലാഹു തആല തെരഞ്ഞെടുത്തിട്ടുള്ളത്. മുത്തു നബിയെ കുറിച്ച് പറയാൻ വിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു തആല ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഇത് മുഅ്മിനീങ്ങൾക്ക് ഈ വിഷയത്തിൽ വലിയ പാഠം ഉണ്ട് എന്ന് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടതാണ്.